സാധാരണ VFD യെക്കുറിച്ച് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞാണ്. VFD എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിവൈസാണ് ഇൻ എ മാനുഫാക്ചറിങ് യൂണിറ്റ്സ്. പക്ഷേ പലപ്പോഴും VFDയുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മിനിമം ഒരു 5 to 10 years ആണ് അത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ വിത്തിൻ ഒരു 6 months അല്ലെങ്കിൽ 1 year കൊണ്ട് തന്നെ ചിലപ്പോൾ വാറണ്ടി പീരീഡിനകത്ത് തന്നെ ഈ VFD കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നു? പ്രോപ്പർ മെയിൻ്റെനൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ എങ്ങനെ VFD നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു വിഷൻ കൺട്രോൾസ് ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനൽ. അപ്പോൾ ആദ്യത്തെ ഒരു പോയിൻ്റാണ് VFDയുടെ പവർ വയറിംഗ്. നമുക്കറിയാം പവർ വയറിംഗും ഉണ്ട്, കൺട്രോൾ വയറിംഗും ഉണ്ട്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് VFDയുടെ പവർ കേബിൾസ് എല്ലാം പ്രോപ്പർലി ടൈറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. സാധാരണഗതിയിൽ ഒരു ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ കമ്മീഷനിങ് കഴിയുമ്പോൾ ആ സമയത്ത് നമ്മൾ പ്രോപ്പർലി ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ എല്ലാ പ്ലാന്റിലും എപ്പോഴും ഈ ഇറക്ഷൻ കമ്മീഷനിങ് ചെയ്യുന്നത് ലാസ്റ്റ് മിനിറ്റിലാണ്. അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അത് പ്രോപ്പർലി ടൈറ്റൻ ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ കമ്മീഷനിങ് കഴിഞ്ഞ് വരും. പക്ഷേ ആഫ്റ്റർ ഒരു 6 months അല്ലെങ്കിൽ 1 year കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഒരു ലൂസ് കോൺടാക്റ്റ് വരും. ലൂസ് കോൺടാക്റ്റ് വരുന്ന ആർക്കിംഗ് എന്ന് പറയും. നമ്മൾ സ്പാർക്ക് ഉണ്ടായിട്ട് അത് കത്തിപ്പോകുന്ന ഒരു പ്രവണത. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം. അപ്പോൾ പവർ കേബിൾ എപ്പോഴും നമ്മളൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഓഫ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ടൈറ്റൻ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് വർക്കാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസും അതുപോലെ തന്നെ ഓവർ കറണ്ടും. ഈ രണ്ട് പ്രോബ്ലംസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു വിഷയമാണ്. അതെന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം. സപ്പോസ് നമ്മളെ പെർട്ടിക്കുലർ ലൈനിൽ നമുക്കൊരു ഓവർ ഫ്ലക്ച്വേഷൻസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇൻഫോം KSEB. അവർ വന്ന് അത് ചെക്ക് ചെയ്ത് അതിനകത്ത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് അവർ ട്രബിൾ ഷൂട്ട് ചെയ്ത് തരും. ഇനി അഥവാ നമ്മളെ പ്ലാന്റിനകത്താണ് പ്രോബ്ലം എങ്കിൽ അതും ഒരു പ്രോപ്പർ ഒരു A grade കോൺട്രാക്ടേഴ്സോ അല്ലെങ്കിൽ നല്ലൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് രണ്ടും കാരണമാണ്. പിന്നെ അതുപോലെ ഓവർ കറണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു മോട്ടറിൻ്റെ മാക്സിമം ഫുൾ ലോഡ് ആംപ്സ്, ആ ഫുൾ ലോഡ് ആംപ്സിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ലോഡ് ഒരു കാരണവശാലും കണ്ടിന്യൂസ്ലി കൊടുക്കാൻ പാടില്ല. പലപ്പോഴും ചില ആൾക്കാർ ചെയ്യുന്നത് ഒരു 1 HP മോട്ടറാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 HP മോട്ടറാണെങ്കിൽ അതിനെ കൊണ്ട് ഒരു 15 HP മോട്ടറിൻ്റെ ലോഡ് എടുപ്പിക്കുന്ന ചില വർക്ക് ചെയ്യാറുണ്ട്. അതായത് ഒന്നുമില്ല, അവർ പ്രൊഡക്ഷൻ കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കൂടുതൽ എടുക്കണമെങ്കിൽ ഒന്നുകിൽ മോട്ടറിൻ്റെ സൈസ് കൂട്ടുക, എന്നിട്ട് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള VFD വെക്കുക. അല്ലാതെ നമ്മൾ ഒരു 10 HP VFD ആണെങ്കിൽ ആ 10 HP VFDൻ്റെ ഫുൾ ലോഡ് കറണ്ടിൽ കണ്ടിന്യൂസ്ലി ഒരിക്കലും ഓടിക്കാൻ പാടില്ല. അങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഈവൻച്വലി ആ VFD കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മെയിനായിട്ട് ഈ ഫ്ലക്ച്വേഷൻസ്, അതായത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസും ഓവർ കറണ്ടിലും വരുന്ന പ്രോബ്ലംസ് അത് കാരണം വരുന്ന VFD ഫെയിലിയേഴ്സിന് മാനുഫാക്ചറേഴ്സ് വാറണ്ടി കൊടുക്കാറില്ല. കാരണം ഇത് യൂസർ ഫോൾട്ട് കൊണ്ട് വരുന്ന ഇഷ്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് മാനുഫാക്ചർ ഒരിക്കലും വാറണ്ടി ഇതിന് കൊടുക്കാറില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് കൂടാണ്ട് നമുക്ക് ഇപ്പോൾ മോട്ടറിൻ്റെ റേറ്റിംഗ് നിങ്ങൾ മാറ്റുവാണെങ്കിൽ ഇപ്പോൾ ഏത് മോട്ടറിന് എത്ര HP മോട്ടറിന് എത്ര HP VFD സെലക്ട് ചെയ്യണം, അത് ഏത് ബ്രാൻഡ് സെലക്ട് ചെയ്യണം, ഏത് മോഡൽ സെലക്ട് ചെയ്യണം, ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ താഴെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുന്നതാണ് കുറച്ചുകൂടി നന്നായിരിക്കും. അതുപോലെ ടെക്നിക്കൽ എക്സ്പേർട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ എപ്പോഴും എടുക്കുക. ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്സ്പേർട്ടിൻ്റെ ഒരു ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലുള്ള ഡിസിഷൻസിലേക്ക് പോയാൽ മതി. അടുത്ത ഒരു പ്രോബ്ലമാണ് കൺട്രോൾ വയേഴ്സ് ഒരു ലൂസ് കോൺടാക്റ്റ് ആയിട്ട് എപ്പോഴും വരാറുണ്ട്. അതായത് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. നമ്മൾ കൺട്രോൾ വയേഴ്സ് ആണെങ്കിലും തന്നെ ഫോർ എക്സാമ്പിൾ അതിനകത്ത് റൺ കമാൻഡ് പ്രോപ്പർലി കിട്ടുന്നില്ല. അപ്പോൾ കൺട്രോൾ വയർ അതിൻ്റെ റൺ കമാൻഡിൻ്റെ കൺട്രോൾ വയർ എവിടെയെങ്കിലും ലൂസ് കോൺടാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കാരണമായിരിക്കും അത് വർക്ക് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റൊരു കാരണം മതി നമുക്ക് പ്ലാന്റ് ഷട്ട് ഡൗൺ ആവാൻ, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 6 months അല്ലെങ്കിൽ 1 year കൂടുമ്പോൾ ഈ പറയുന്ന കൺട്രോൾ വയേഴ്സും പവർ വയറിങ്സും എല്ലാം ലൂസ് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ടൈറ്റൻ ചെയ്യുക. ഇനി അഥവാ ഇല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് വയറൊന്ന് അഴിച്ച് ഒന്ന് റീകണക്ട് ചെയ്ത് ഒന്ന് ബ്ലോവറൊക്കെ അടിച്ചൊന്ന് നമ്മൾ ക്ലിയർ ചെയ്ത് വെക്കാം. ഇതാണ് ചെയ്യേണ്ടത് മെയിനായിട്ട്. അടുത്തൊരു മെയിൻ ഇഷ്യൂ ആണ് ഡസ്റ്റ് കാരണം വരുന്ന പ്രോബ്ലംസ്. നമുക്കറിയാം ക്രഷർ പോലെയുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഏറ്റവും വലിയ ഹെഡേക്കാണ് ഡസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഡസ്റ്റ് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, മെയിനായിട്ട് ഈ VFDയുടെ ലൈഫ് കുറയും. അതിനകത്തുള്ള സ്പെയേഴ്സിലേക്ക് ഈ ഡസ്റ്റ് കയറും. പ്രത്യേകിച്ച് കാർബൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഡസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്പാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡസ്റ്റ് നമ്മളെപ്പോഴും മിനിമം ഒരു 6 months കൂടുമ്പോൾ ബ്ലോവർ അടിച്ച് അത് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. അല്ലാത്ത സമയത്ത് VFDയുടെ ലൈഫ് വളരെ പെട്ടെന്ന് തന്നെ കുറയും, പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. അടുത്തൊരു മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക. പാനൽ എപ്പോഴും ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് വാട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ചില സിറ്റുവേഷൻസിലായിരിക്കും ചിലപ്പോൾ പാനൽസ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ പാനലിന് ചുറ്റും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ഉണ്ടാവും കൂടുതലായിട്ട്. അങ്ങനെ ഈർപ്പം കൂടുതൽ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് സ്പാർക്ക് വരും. ഇൻറ്റേർണലി അതിൻ്റെ ബോർഡിനകത്ത് വാട്ടർ കണ്ടൻറ്റ് അടിഞ്ഞുകൂടി അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യും. അത് കാരണം ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് കത്തിപ്പോവുകയോ അല്ലെങ്കിൽ ലൈഫ് അതിൻ്റെ കുറയോ ചെയ്യും. അതുകൊണ്ട് നമ്മളെപ്പോഴും പാനലിനകത്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഡ്രൈ ആയിരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ്റനൻസ് പ്രിക്വേഷൻ. പിന്നെ വരുന്നൊരു മെയിൻ ഇഷ്യൂ ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ. അതായത് നമ്മളിപ്പോൾ പാനൽ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം, അതിൻ്റെ ചുറ്റുപാട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതെങ്കിലും മെഷീനറിയുടെ തൊട്ടടുത്ത് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഹീറ്റിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്താണ് നമ്മൾ പാനൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പാനലിൻ്റെ ടെമ്പറേച്ചറും ഇൻക്രീസ് ആവാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ VFDയുടെ ടെമ്പറേച്ചർ മിനിമം 50 to 60 ഡിഗ്രിയാണ്. അത് ട്രിപ്പാവും. അതുപോലെ അതിൻ്റെ ഹീറ്റ് സിങ്ങിന് കംപ്ലൈൻറ്റ് വരും. ഇത്രയും പ്രോബ്ലംസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ VFDയുടെ ലൈഫ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക. കഴിയുന്നത്ര നമ്മൾ ഒരു പാനൽ, ഒരു കൺട്രോൾ റൂം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ AC പ്രൊവൈഡ് ചെയ്യുക. ടെമ്പറേച്ചർ എപ്പോഴും കൂളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, മിനിമം VFDയുടെ ലൈഫ് സ്പാൻ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു 1 or 2 ഇയറിനുള്ളിൽ കംപ്ലൈൻറ്റ് വരുമെങ്കിൽ AC എല്ലാം പ്രൊവൈഡ് ചെയ്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 5 to 10 years എങ്കിലും അതിൻ്റെ ലൈഫ് 100% അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിൻറ്റ്സും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് VFDയുടെ പവർ കേബിൾസ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക. മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനിടയിൽ ഒന്ന് റീടൈറ്റ് ചെയ്യുക. രണ്ടാമത് നമ്മൾ പറഞ്ഞ പോയിന്റാണ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസും ഓവർ കറണ്ടിൻ്റെ പ്രോബ്ലംസ് പ്രോപ്പർലി ചെക്ക് ചെയ്ത് അതിനെ മെയിൻറ്റെയിൻസ് ചെയ്യുക. അതിന് വേണ്ട പ്രിക്കോഷൻസ് കൊടുക്കുക. മൂന്നാമത് നമ്മൾ പറഞ്ഞ പോയിന്റാണ് ഡസ്റ്റ് വരുന്ന പ്രോബ്ലം. ഡസ്റ്റ് മെയിൻലി വരുന്ന ഇത് ക്രഷറാണ്. ഏത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, നിങ്ങളുടെ പ്ലാന്റിനകത്ത് ഡസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പർലി കൺട്രോൾ ചെയ്യുക. VFD ഇരിക്കുന്ന ഭാഗം കംപ്ലീറ്റ് സീൽഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ റൂം പ്രൊവൈഡ് ചെയ്യുക. നാലാമത് നമ്മൾ പറഞ്ഞത് ഡ്രൈ ആണ്. അതായത് VFD ഇരിക്കുന്ന കൺട്രോൾ പാനൽസും മറ്റ് ആക്സസറീസും എല്ലാം ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക. ഒരു കാരണവശാലും മോയ്സ്ചർ കണ്ടൻറ്റോ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റോ പാനലിനകത്ത് കയറാതെ സൂക്ഷിക്കുക. അടുത്ത നമ്മൾ പറഞ്ഞൊരു പോയിന്റാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പാനലിരിക്കുന്ന സ്ഥലവും പാനലിനകത്തെ ടെമ്പറേച്ചറും പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക. ബിലോ 50 ഡിഗ്രി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് VFDയുടെ ലൈഫ് സ്പാൻ കൂട്ടാൻ പറ്റുള്ളൂ. കഴിയുന്നതും നമ്മൾ AC ഒരു കൺട്രോൾ റൂം പ്രൊവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ലൈഫ് സ്പാൻ നമുക്ക് കൂട്ടാൻ പറ്റും. അടുത്തൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത് കൺട്രോൾ വയറിങ്ങിനെ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുക. കൺട്രോൾ വയറിങ് ഏതായാലും റൺ കമാൻഡും ഫ്രീക്വൻസി കമാൻഡൊക്കെ വരുന്നത് കൺട്രോൾ വയറിങ്ങിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ വയേഴ്സ് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഒരു 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുക. അതിനെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 6 പോയിൻറ്റ്സ് നിങ്ങളുടെ പ്ലാന്റിൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ അതുപോലെ ഈ പറഞ്ഞ 6 പോയിൻറ്റ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.